പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കനിഞ്ഞ് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഇന്നലെ ജീവിച്ചതിനെ കണക്കിലെടുത്തോ നമ്മളുടെ പഴയ ജീവിതത്തിന് ലഭിച്ച ഒരു അനുഗ്രഹമായിട്ടോ ഒന്നുമല്ല നമുക്ക് ഈ പ്രഭാതം കാണാൻ ഇടയായത്. മറിച്ച് ദൈവം നമുക്ക് അതിനുള്ള വലിയ ഒരു കൃപ നൽകി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഈ വലിയ കൃപയെ ഓർത്ത്, ഈ പ്രഭാതം കാണുവാൻ ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ പ്രഭാതത്തിൽ നമുക്ക് ശ്രമിക്കാം. ദൈവം നമുക്കായിട്ട് ഒരുക്കിയ ഈ വചന വിരുന്ന് അത് ആസ്വദിക്കുവാനായിട്ടുള്ള കൃപ നമുക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ സാമ്പത്തിക ബാധ്യത മൂലം കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബാങ്കുകളിലെ കടങ്ങൾ മൂലം ജപ്തി നേരിടുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെയൊക്കെ മധ്യത്തിലുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ച് അവരുടെ കടബാധ്യതകളിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നമുക്ക് സാധിക്കുന്നത്. ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരുങ്ങാം വചനം ശ്രവിക്കുവാനായിട്ട്. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം.
ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ മുൻപിൽ ഒരു നിയമജ്ഞൻ ഒരു ചോദ്യവുമായിട്ട് വരുന്നു. ഏതാണ് സുപ്രധാനമായ കൽപ്പന എന്ന്? യഹൂദരുടെ പാരമ്പര്യത്തിൽ അവർക്ക് 613 നിയമങ്ങളും അതുപോലെ തന്നെ വിലക്കുകളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്, ഇതിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്. ഈ ചോദ്യത്തിന് ഈശോ ഒരു നിയമമെടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഈശോ സ്നേഹത്തെക്കുറിച്ച് ഈശോ അവിടെ പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു ഗുരുവിന് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരുവൻ എപ്പോഴും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലുമൊക്കെ ആയിട്ട് ചിലവഴിച്ചിരുന്നു. മറ്റേ ശിഷ്യനാകട്ടെ അവിടെ വരുന്ന സന്ദർശകർക്ക് ഭക്ഷണവും പാനീയങ്ങളുമൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഒന്നാമത്തെ ശിഷ്യൻ ഒരിക്കൽ അല്പം അഹങ്കാരമൊക്കെ ഉണ്ടായി, ഞാനാണ് മറ്റവനേക്കാൾ വലിയവനെന്ന്. അവൻ വന്ന് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഈ 2 ശിഷ്യന്മാരിൽ, അങ്ങയുടെ 2 ശിഷ്യന്മാരിൽ ആരാണ് കൂടുതൽ നല്ല ശിഷ്യൻ എന്ന്? ഗുരു അവരെ 2 പേരെയും വിളിച്ച് അവരുടെ കയ്യിൽ ഒരു തകിട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ തകിടുമായിട്ട് ഇന്ന് മുഴുവനും നിങ്ങൾ ഈ ഗ്രാമം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ തിരുനാമ ജപവും നടത്തണം എന്നും. പക്ഷേ ഈ തകിട് ഒരിക്കലും താഴെ ഇടരുത് എന്ന ഒരു കൽപ്പനയും കൊടുത്തു. അവർ 2 പേരും ആ തകിടുമായിട്ട് പോയി. അവർ പിറ്റേ ദിവസം തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വന്നു. ആദ്യത്തെ ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഞാൻ ഈ തകിട് ഒരിക്കലും താഴെയിട്ടില്ല. അതുകൂടാതെ 100 പ്രാവശ്യം ഞാൻ തിരുനാമ ജപം ജപിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ശിഷ്യൻ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് ഈ തകിട് താഴെ ഇടേണ്ടതായിട്ട് വന്നു. കാരണം വഴിയിൽ വെച്ച് കരയുന്ന ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ അതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ തകിട് താഴെ ഇട്ടു. മാത്രമല്ല 10 പ്രാവശ്യം മാത്രമേ എനിക്ക് ഈ തിരുനാമ ജപം ചെല്ലാനായിട്ട് സാധിച്ചുള്ളൂ എന്നും. ഗുരു ആ ശിഷ്യന്മാരിൽ 2 പേരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ആദ്യത്തേവനോട് പറഞ്ഞു, നീ നിയമം വളരെ കൃത്യമായിട്ട് പാലിച്ചു. എന്നാൽ ഇവനാകട്ടെ നിയമം പാലിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും കണ്ടപ്പോൾ അതിനെ അതിനെ ഇല്ലാതാക്കുന്നതിനായിട്ട്, അവർക്ക് ആശ്വാസം കൊടുക്കുന്നതിനായിട്ട് അവൻ്റെ നിയമത്തെ തെറ്റിക്കുന്നതിനായിട്ട് തയ്യാറായി. ഇവനാണ് പ്രിയപ്പെട്ട ശിഷ്യൻ എന്നും. ഇന്നത്തെ ഈ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും ഈശോ ഇവിടെ നമ്മെ ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് പൂർണ്ണമായ ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ഇവിടെ പറയുകയാണ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്ന്. ഒരു പൂർണ്ണമായ സ്നേഹം ആണ് ഈശോ ആവശ്യപ്പെടുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചത് ഭാഗികമായിട്ടല്ല, പൂർണ്ണമായ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രയധികമായിട്ട് സ്നേഹിച്ചു എന്ന്. അപ്പോൾ ഭാഗികമായ സ്നേഹം അല്ല ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹം വേണമെന്ന് ഈശോ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, ആത്മസ്നേഹം പോലെ തന്നെ സഹോദര സ്നേഹവും വേണം എന്നുള്ളതാണ്.
നമ്മളെല്ലാവരും നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കുറവും വരുവാനായിട്ട് നമ്മൾ അനുവദിക്കുകയുമില്ല. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണമെന്ന്. മൂന്നാമതായിട്ട് പറയുന്നത്, ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹം എന്നുള്ളതാണ്. സ്നേഹമില്ലാത്ത നമ്മൾ അർപ്പിക്കുന്ന ബലികളിലും കാഴ്ചകളിലും ദൈവം പ്രസാദിക്കുകയില്ല എന്നാണ് യേശു ഇവിടെ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണേണ്ടത്. നമ്മുടെയൊക്കെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്ന ആളുകളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സ്നേഹത്തിലും നമ്മൾ വളരുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നിയമം അനുസരിക്കുന്ന പക്ഷെ സ്നേഹമില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉപയോഗവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിയമം അനുസരിച്ചുകൊണ്ടും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ആ നിയമജ്ഞനോട് ഈശോ പറയുന്നത്. ഈശോ അവനോട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല. നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല എന്ന് ഈശോ ഈ നിയമജ്ഞനോട് പറയുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാൻ സാധിക്കണം, നമ്മൾ ദൈവരാജ്യത്തിൽ നിന്നും അകലെയാണോ അതോ അടുത്താണോ എന്ന്. ദൈവരാജ്യത്തിൻ്റെ അടുത്തായിരിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറുന്നതിനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽക്കാരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തുണയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് ഇന്നേ ദിവസം നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളെയും അവരുടെ എല്ലാ വിശുദ്ധമായ നിയോഗങ്ങളോടും കൂടെ നമുക്ക് ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. രോഗികളായിട്ട് വീട്ടിലും ആശുപത്രിയിലും കഴിയുന്നവർ, ഓപ്പറേഷന് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഹൃദയ സംബന്ധമായ ചികിത്സകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം. മദ്യത്തിന്, മയക്കുമരുന്നിന്, പുകവലിക്ക്, മൊബൈലിന്, ഇങ്ങനെ ഉള്ള അടിമത്തങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകൾ, മക്കൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെയുണ്ട്. പലപ്പോഴും ഇതിൽ നിന്നൊക്കെ മാറണമെന്ന് അവരാഗ്രഹിച്ചിട്ട് മാറാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് അവരെ ബാധിച്ചിരിക്കുന്ന അടിമത്വങ്ങളിൽ നിന്നും മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാതെ വേദനിച്ച് വിഷമിച്ച് നിരാശരായിട്ട് കഴിയുന്ന ആളുകൾ നമ്മുടെയൊക്കെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെയുണ്ട്. അവരെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളിയെ നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ മക്കളില്ലാത്ത ദമ്പതികളെ നമുക്ക് പ്രത്യേകമായിട്ടും ഓർക്കാം. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്കിപ്പോൾ ഓർക്കാം, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടി വിയെയും നമുക്കിപ്പോൾ ഓർക്കാം. ഈ ഗുഡ്നസ് ടി വിയിലൂടെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൂടെയും ദൈവത്തിൻ്റെ വചനം
ലോകത്തിൻ്റെ അറ്റം വരെ പ്രഘോഷിക്കപ്പെടുന്നതിനുള്ള കൃപ ഈ ചാനലിലൂടെയും ധ്യാന കേന്ദ്രത്തിലൂടെയും ഉളവാകുന്നതിനു വേണ്ടി നമുക്ക് ഇതിനെ രണ്ടിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ആരാധിച്ച് അവിടുത്തേക്ക് നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. കർത്താവായ യേശുവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവർ, ഞങ്ങളുടെ പ്രാർത്ഥന അർഹിക്കുന്ന എല്ലാവരെയും അടുത്ത തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം അവരുടെ എല്ലാവരുടെയും മേലും പതിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ കൃപകളാൽ വരങ്ങളാൽ അവരെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. തിരുവോസ്തിരൂപൻ നാവിലലിയും നേരമിതിൽ ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. സ്നേഹക്കുദാശയെന്നിൽ ചൊരിയണമേ, ജീവൻ നൽകുന്ന സ്നേഹം പകരേണമേ. നിന്റെ മാറിൽ നിന്നു മുഴുകുന്ന സ്നേഹം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം.
മാംസരക്തങ്ങളായി തീരും. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായി തീരും. ഈശോ എന്നിൽ വന്നു നീ വാഴേണമേ, എന്റെ ജീവിതം നിനക്കായി നൽകാം. അൾത്താരയിൽ നിന്നിറങ്ങി വന്നിന്നെൻ്റെ ഉള്ളിൽ ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം, ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന എല്ലാ ഗുഡ്നസ് ടിവിയുടെ നല്ല പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. നല്ല ഒരു പ്രഭാതം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നല്ല ഒരു ദിവസം, അനുഗ്രഹപ്രദമായ ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.